നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. HSTയുടെ അടുത്ത MCQ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ എത്ര ആൻസർ കറക്റ്റാക്കിയെന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് JLT, HST അതുപോലെയൊക്കെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോവാം. किसने अपनी वेदना को मधुमई पीड़ा कहा है? അതിൻ്റെ ഓപ്ഷൻസ് മീര, നിരാല, മഹാദേവി വർമ്മ, വിദ്യാപതി. കറക്റ്റായ ആൻസർ മഹാദേവി വർമ്മ. അടുത്ത ചോദ്യം, വ്യംഗ്യാത്മക നിബന്ധ അറബ് സമുദ്ര में बहुत पानी है के लेखक है? ഓപ്ഷൻസ് ആനന്ദ ശങ്കർ മാധവൻ, N.E. വിശ്വനാഥൻ അയ്യർ, N.P. കുട്ടൻപിള്ളൈ, N. ചന്ദ്രശേഖരൻ നായർ. करेक्ट आंसर आनंद शंकर माधवन. केरल की हिंदी पत्रिका हिंदी मित्र में प्रकाशित हुई रेशमी रूमाल किसकी कहानी है? ऑप्शंस आनंद शंकर माधवन, डॉक्टर J. बाबू, डॉक्टर V.V. विश्वम, डॉक्टर E.K. दिवाकरन पोറ്റി. करेक्ट आंसर डॉक्टर E.K. दिवाकरन पोറ്റി. അടുത്ത ചോദ്യം, आधुनिक हिंदी का स्रोत नवचिंतन के लेखक है? ऑप्शंस डॉक्टर N.E. विश्वनाथन अय्यर, डॉक्टर V.P. മുഹമ്മദ് കുഞ്ഞുമേത്തർ, ഡോക്ടർ N.K. ജോസഫ്, ഡോക്ടർ V.K. അബ്ദുൽ ജലീൽ. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. കറക്റ്റ് ആൻസർ डॉक्टर V.P. മുഹമ്മദ് കുഞ്ഞുമേത്തർ ആണ്. അടുത്ത ചോദ്യം, निम्नलिखित कथनों में से कौन सा सही है? का खड़ी बोली हिंदी का उद्भव शौरसेनी अपभ्रंश से हुआ है? ख हिंदी भाषा का वास्तविक आरंभ 1500 ईस्वी में से माना जाता है. അപ്പോൾ അതിൽ ഓപ്ഷൻ ഏതാ കറക്റ്റ് എന്ന് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കേവലം का മാത്രമാണ് सही. അടുത്ത ചോദ്യം, देवनागरी लिपि को राष्ट्र लिपि के रूप में कब स्वीकार किया गया? ऑप्शन ए 15 अगस्त 1948, ऑप्शन बी 14 सितंबर 1949, ऑप्शन सी 14 जनवरी 1950, ऑप्शन डी 26 जनवरी 1950. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 14 सितंबर 1949 ആണ്. അടുത്ത ചോദ്യം, ഫോർട്ട് വില്യം കോളേജ് ജിസ്की स्थापना सन 1800 ईस्वी में हुई कहाँ स्थित था? ऑप्शंस മദ്രാസ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കൽക്കത്ത. ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. ഫോർട്ട് വില്യം കോളേജ് കൽക്കത്തയിലായിരുന്നു. ഓപ്ഷൻ ഡി കൽക്കത്തയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, नागरी प्रचारिणी सभा के प्रथम सभापति कौन थे? ऑप्शंस ठाकुर शिवकुमार सिंह, आचार्य रामचंद्र शुक्ल, श्रद्धाराम फुल्लौरी, ബാബ രാധാകൃഷ്ണദാസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബാബു രാധാകൃഷ്ണദാസ്. അടുത്ത ചോദ്യം, രാജാ ഭോജ് കാ സപ്ന കിസ് ഭാഷാ में लिखा गया? ऑप्शंस ब्रजभाष, अवधी भाषा, हिंदुस्तानी, ഖടി बोली. കറക്റ്റ് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി हिंदुस्तानी. അടുത്ത ചോദ്യം, हिंदी में अनेक शब्द जो सीधे संस्कृत से आए हैं उन्हें कहते हैं? ऑप्शंस तत्सम, तद्भव, देशज, अर्धतद्भव. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ തത്സമാണ്. ഉടനെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.